ഈ കാറിൽ എന്താണ് സംഭവം? ഇത് കാറിന്റെ മോഡലാണ്. ഓക്കെ. ഇത് എന്ന് പറയുന്ന ഒരു പ്രസ്സിംഗ് സ്വിച്ചാണ്. ഓക്കെ. ഇതിന്റെ ബട്ടൺ പ്രസ് ചെയ്ത് ഇങ്ങനെ പോകുക. ഇത് വെറ്റില, പഴയ ആൾക്കാർ വെറ്റില വയ്ക്കുന്നു. ഇത് ചുണ്ണാമ്പാണ്. ചുണ്ണാമ്പ് കഴിഞ്ഞാൽ ഇതിലാണ് പാക്ക്, പുകയില, ബാക്കി 4 കൂട്ടുള്ള സാധനങ്ങളൊക്കെ ഇടുന്നത്. ഇത് വെറ്റ വയ്ക്കുന്നതാണ്. ഇത് വളരെ റേർ മാത്രല്ല, കാണാത്ത ഒരു സംഭവമാണ് വെറ്റില പെട്ടി. അതെ. പക്ഷെ ഇത് ഇത്രയും മോഡേൺ ആയിട്ട് അന്ന് ഈ ഒരു ചെയ്ത വ്യക്തി ആ മോഡലെല്ലാം ചെയ്തെന്നുള്ളത് നല്ലൊരു രീതിയിൽ പണ്ടത്തെ സ്റ്റൈൽ കാറിൽ അടിപൊളിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇത്തരത്തില് ഇതൊക്കെ നമുക്ക് തീർച്ചയായിട്ടും ഇന്നേ കാലഘട്ടത്തിൽ ഇത്രയും ക്രിയേറ്റിവിറ്റി ഇല്ലെന്നാ തോന്നുന്നത്. വളരെ ഭംഗിയായിട്ടുണ്ട്. സോ ഈ ആന്റിക് കളക്ഷൻസിന് പോയത് ഒത്തിരി പേരുണ്ട്. നമ്മൾ കാണാറുണ്ട് ചില വീടുകളിൽ ചെല്ലുമ്പോൾ ഈ വലിയ ആനത്തന്ത അല്ലെങ്കിൽ ആനപ്പട്ടം അല്ലെങ്കിൽ തന്നെ പൂണിയുടെ നഖം, പല്ല്, അത് കുറച്ച് അനിമൽ ക്രേസ് ആയിട്ടുള്ളവർ അതൊക്കെ കളക്ട് ചെയ്യാറുണ്ട്. പിന്നെ ഇത്തരത്തിലുള്ള നമ്മുടെ പണ്ടൻ സാധനങ്ങളൊക്കെ നമ്മൾ പണ്ട് കണ്ട ഈ ഭരണികൾ, അടുക്കളയിൽ യൂസ് ചെയ്ത കാര്യങ്ങൾ, അത്തരത്തിലുള്ള കളക്ഷനോട് പുളിക്കലം, പിന്നെ അരിക്കലം, തേൻ കലം. ഇതൊക്കെ സാർ ചെറുപ്പകാലത്ത് കണ്ടിട്ടുണ്ടോ? ഇല്ല ഇല്ല, ഞാൻ ഇതില് കണ്ടിട്ടുണ്ടോ? അരിക്കലം കണ്ടിട്ടുണ്ട്, പുളിക്കലം കണ്ടിട്ടുണ്ട്, അത് രണ്ടും കണ്ടിട്ടുണ്ട്. കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട് നമ്മൾ അടുക്കളയിൽ യൂസ് ചെയ്യുന്ന കാര്യങ്ങൾ. നമ്മൾ പണ്ട് ഇട്ട് വെച്ച കല്ല് ചട്ടികൾ, പണ്ട് കല്ല് ചട്ടിയിലൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടാവും. മീനൊക്കെ അതിലായിരിക്കും വെക്കുന്നത്. വെച്ച് കഴിഞ്ഞാൽ നല്ല സ്വാദം ഉണ്ടാവും. ആ കൽച്ചട്ടി അല്ലെങ്കിൽ കൽച്ചട്ടിയിൽ ചെറിയ ചെറിയ കൽച്ചട്ടിയിലാണ് ഉപ്പും പഞ്ചസാരയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നത്. അത്തരത്തിലുള്ള കളക്ഷൻസ് ഒക്കെ. അതിന് കൽച്ചട്ടിയിലുള്ള എനിക്ക് കിട്ടിയിട്ടില്ല. എനിക്ക് ഈ തടിയിലുള്ളതും ഈ ഉപ്പ്, മുളക് ഇതൊക്കെ വെക്കുന്നതിന്റെ ഉപ്പ് വരവായിട്ട്. അതുപോലെ തന്നെ ഈ ഇതൊക്കെ ഞാൻ എന്റെ കൊച്ചുകാലത്ത് ഞാൻ കണ്ട സാധനങ്ങൾ ഇന്ന് കാണാൻ പറ്റുന്നില്ല. നമ്മൾ ഈ ചൈന ക്ലേ, പണ്ട് കത്തിനെയൊക്കെ വെക്കുന്നത് നല്ല ഭംഗിയുള്ള വൈറ്റ് കളർ ചൈന ക്ലേനായിരുന്നു. പക്ഷെ അന്നത്തെ യൂസ് ചെയ്ത ആ ഒരു സെറാമിക് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ബൗൾ ഇന്ന് കിട്ടുന്നില്ല. അത്തരത്തിലുള്ള ബൗൾസ് ഒക്കെ കിട്ടിയിട്ടുണ്ടോ? ഇല്ല, എനിക്കത് ഞാൻ ഇനിയിപ്പം കളക്ട് ചെയ്യാൻ പോകുന്നിടത്ത് എനിക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ട്. വിഗ്രഹങ്ങൾ കളക്ട് ചെയ്ത് വിഗ്രഹങ്ങള് ഈ മന്ത്രമൊക്കെ അറിയാവുന്ന വ്യക്തികളാണെങ്കിൽ അത് കളക്ട് ചെയ്യാം. എല്ലാ വിഗ്രഹങ്ങളും വീട്ടിനകത്ത് കൊണ്ടുവയ്ക്കാൻ പറ്റില്ല. അതിന് ഓരോന്നോരോ പവർ കാണും. ഈ പഴയതൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ ഏതെങ്കിലും അമ്പലത്തിരുന്നതോ അങ്ങനെ ഏതെങ്കിലും ദൈവികമായ കാര്യങ്ങളിൽ നമ്മൾ യൂസ് ചെയ്തതായിരിക്കും. അത് നമ്മൾ അറിയത്തില്ല. നമ്മൾ കൊണ്ട് വീട്ടിൽ കൊണ്ട് വയ്ക്കുന്നത് അസ്ഥാനത്താണെങ്കിൽ അത് പ്രശ്നമാണ്. അതാണ് നമ്മള് പൊതുവെ ഈ വാസ്തു എന്ന് പറയുന്ന കാര്യത്തിൽ പറയുന്ന കാര്യം. നമ്മൾ അതാത് സ്ഥാനത്ത് അതാത് കാര്യങ്ങൾ വെക്കുമ്പോൾ അതിനൊരു പർട്ടിക്കുലർ പവർ ഉണ്ട്. അത് പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും. ഇന്ന് ഈ വീട് കാണുമ്പോൾ അകത്ത് കയറുമ്പോൾ വളരെ ഭംഗിയായിട്ട് നല്ല ഒരു പഴഞ്ചൻ ലുക്ക്, പക്ഷെ പുതിയ വീടാണ്. പുതുമയോട് കൂടി കെട്ടിയിരിക്കുന്ന ഒരു പഴഞ്ചൻ ഒരു സ്റ്റൈലുള്ള ഒരു വീടാണ്. ഈ സർ എന്താ പറയാ, സ്റ്റെപ്സിനൊക്കെ ഒരു കല്ലിന്റെ ഒക്കെ എഫക്ട് കൊടുത്തിട്ടുണ്ട്. അതിന് പ്രത്യേകിച്ച് എന്തെങ്കിലും കാര്യമുണ്ടോ? വീടിനും പഴമ കൊടുക്കണമെന്ന് തോന്നിക്കൊണ്ടാണോ? ഞാന് ഈ 4 കെട്ടും വീടാണ് എന്റെ മനസ്സിലുണ്ടായത്. അപ്പൊ കിഴക്ക് ദർശനം ഉണ്ടാകുന്നുണ്ട്. അതായത് മുരളീധരൻ നായർ സാർ നോക്കിയിട്ട് ഇപ്പം ഈ ഇതിന്റെ വാസ്തുവിന്റെ കോളേജൊക്കെ നടത്തുന്നത് അദ്ദേഹമാണ് എന്റെ ഗൈഡൻസ് മൊത്തം. അപ്പൊ ഈ വീട്, അപ്പം ഞാൻ അദ്ദേഹത്തിൻ്റെ പറയുകയാണ്. അദ്ദേഹം വന്നു നോക്കി സ്ഥലം നോക്കിയപ്പോൾ ഞാൻ എൻ്റെ ഒരു ആഗ്രഹങ്ങളാണ് പറഞ്ഞപ്പോൾ കിഴക്ക് ദർശനം അല്ലാത്തതുകൊണ്ട് അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അതിനുശേഷമാണ് ഫ്രണ്ട് മാത്രം കുറച്ച് വരാതെ കൊടുത്ത്. പിന്നെ ഫ്രണ്ട് ഇതെല്ലാം ഒരു മനസ്സിൽ ഞാൻ ഡബിൾ റൂഫും ബാക്കിയുള്ളതൊക്കെ ചെയ്യണമെന്നുണ്ടായിരുന്നു. ഈ ഡിസൈൻ എന്ന് പറയുന്നത് രാജേഷ് എന്ന് പറഞ്ഞിട്ട് ചെയ്തു. അപ്പം അദ്ദേഹത്തിനെ വിളിച്ചിട്ട് അദ്ദേഹത്തിന്റെ ഇഷ്ടപ്രകാരം ചെയ്തതാണ്. ആയി വന്നപ്പോഴത്തേക്ക് ഏകദേശം അമ്പലത്തിന്റെ ഒരു കണ്ട ആ ഒരു ലുക്കായി. തീർച്ചയായിട്ടും പുറത്തുനിന്ന് കാണുമ്പോഴും അകം കയറി വരുമ്പോഴും നല്ല ഒരു ലുക്കാണ് കിട്ടിയിരിക്കുന്നത് വീട്ടിലേക്ക്. അത് എല്ലാവർക്കും തന്നെ ഈ ഭാഗ്യം കിട്ടി എന്ന് വരില്ല. ബിക്കോസ് വീട് എന്ന് പറയുന്നത് നമ്മൾ ദിവസം ദിവസം താമസിക്കുന്ന ഒരു സ്ഥലമാണ്. അതൊരു സ്വർഗമായിട്ട് തന്നെ നമുക്ക് തോന്നണം. അത് സാറിന് നേരത്തെ പറഞ്ഞ ഈശ്വരാധീനം അതിലുണ്ട്. പിന്നെ സാറ് പൊതുപ്രവർത്തനത്തിൽ എന്തെങ്കിലും ഇൻവോൾവ് ആണ്? ഇല്ല, ഞാനിപ്പം ഈ ബിസിനസ് നിൽക്കുമ്പോഴത്തേക്ക് രാഷ്ട്രീയം പാടില്ല.
സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ ഞാൻ അസോസിയേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രവർത്തനമുണ്ട്. ഞങ്ങൾ കുന്നുംലൈൻ ബിസിനസ് അസോസിയേഷനാണുള്ള പ്രവർത്തനം ഞങ്ങളെല്ലാം ഉണ്ട്. പിന്നെ എനിക്ക് അമ്പലങ്ങളിലൊക്കെ ഇങ്ങനെ ട്രസ്റ്റ് മെമ്പറൊക്കെയാണ് എന്നുള്ളതേ ഉള്ളൂ, അല്ലാതെ വേറെ ആക്റ്റീവായിട്ടുണ്ട്. പിന്നെ ബിസിനസ് ആയാലും സ്വന്തം ജീവിതമായാലും ചിട്ട എന്തൊക്കെ ചിട്ടകളാണ് നിങ്ങൾ സ്ഥിരമായിട്ട് ഫോളോ ചെയ്യുന്ന കാര്യം? സത്യസന്ധത. അത് മാത്രം തന്നെയാണ് ജീവിതത്തിൽ ഇന്ന് ഇത്രയും ഹാർഡ് വർക്ക് ചെയ്ത് വന്ന് ഓരോരോ സ്റ്റെപ്പ് കയറുമ്പോഴും സാറിന് തോന്നിയിട്ടുണ്ടാവും ഇതിന് കുറച്ചും കൂടി നേരത്തെ ഞാൻ ചെയ്യാമായിരുന്നു, കുറച്ചും കൂടി നേരത്തെ ചെയ്യാമായിരുന്നു? അത് നമ്മൾ ആഗ്രഹിച്ച കാര്യമില്ല, എല്ലാത്തിനും ഒരു സമയമുണ്ട്. ആ സമയത്ത് കാര്യങ്ങൾ നടക്കുള്ളൂ. നമ്മൾ എത്ര തന്നെ നമ്മൾ ശ്രമിച്ചാലും അത് അതാത് സമയത്ത് നടക്കുള്ളൂ. പിന്നെ തീർച്ചയായിട്ടും എനിക്ക് മനസ്സിന് നല്ലൊരു സുഖം തരുന്ന ഒരു ഇന്റർവ്യൂ ആയിരുന്നു. കുറെ കാര്യങ്ങൾ എനിക്കും തന്നെ ഫേവറേറ്റ് ആയതുകൊണ്ട് ചോദിക്കാനും വളരെ എളുപ്പമായിരുന്നു. നമ്മൾ പ്രേക്ഷകർ ഈ പരിപാടി കണ്ടുകൊണ്ടിരിക്കുന്നത് അവർക്ക് എന്താണ് സാറിന്റെ വേറെ അഭിപ്രായം അല്ലെങ്കിൽ ഒരു അഡ്വൈസ് ആയിട്ട് എന്താ കൊടുക്കാനുള്ളത്? മനസ്സിൽ നന്മ വെച്ചുകൊണ്ട് പോകുക, അവരുടെ ജീവിതം സുന്ദരമായിട്ട് വരും. വളരെ നല്ല അഡ്വൈസ് ആയിരുന്നു. തീർച്ചയായിട്ടും ഇനിയും നിറയെ കളക്ഷൻസ് ഒക്കെ കിട്ടിയ ശേഷം ഞാനൊരു ദിവസം ഇങ്ങോട്ട് വരുന്നുണ്ട് സാറിനെ കാണാൻ. എന്തായാലും സാറിന് സമയം ഒരു മനുഷ്യന്റെ ഏറ്റവും വിലപിടിച്ചതാണല്ലോ സമയം. ആ സമയം നമ്മൾ പ്രേക്ഷകർക്ക് വേണ്ടി പങ്കുവച്ചിരിക്കുന്നു. വളരെ നന്ദി. സോ വ്യൂവേഴ്സ്, ഞാൻ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞു വളരെ ടേസ്റ്റ്ഫുൾ എപ്പിസോഡായിട്ട് മാറാൻ പോകുകയാണെന്ന്. ഭക്ഷണത്തിനെ കുറിച്ച് നമ്മൾ ഇച്ചിരി സംസാരിച്ചെങ്കിലും നമുക്ക് നമ്മുടെ മനസ്സിന് സുഖം തരുന്ന വിഷയമാണ് നമ്മുടെ പണ്ടത്തെ കാലം. സാറ് ചെയ്തു വെച്ചിരിക്കുന്ന ആന്റിക് കളക്ഷൻ തീർച്ചയായിട്ടും ഒരു വീട്ടിന്റെ അകം കയറുമ്പോൾ നമുക്ക് അമ്പലത്തിൽ കയറുന്ന ഒരു ഇഫക്റ്റ് തന്നെയാണ് തരുന്നത്. പണ്ടത്തെ നമ്മൾ പഴമ മറക്കാതെ നമ്മുടെ മുന്നത്തെ ജനറേഷൻ ആൾക്കാർ പറഞ്ഞ കാര്യങ്ങളൊക്കെ നല്ല കാര്യങ്ങളാണ്. ഓരോന്നും ഓരോരോ സംഭവമുണ്ട്, എല്ലാത്തിനും അതിനായ അർത്ഥങ്ങളുണ്ട്. അത് മനസ്സിൽ നിർത്തിക്കൊണ്ട് നമ്മൾ ജീവിക്കുകയാണെങ്കിൽ നല്ല ജീവിതമായിരിക്കും. മാത്രമല്ല സാറ് പറഞ്ഞു നന്മ വിചാരിക്കുക, മനസ്സിൽ നന്മ വിചാരിച്ച് നമ്മൾ ജീവിക്കുകയാണെങ്കിൽ ഏതൊരു തിന്മയും നമ്മുടെ അടുത്ത് വരില്ല. മാത്രമല്ല ഈശ്വരാധീനം തന്നെ നമ്മുടെ അടുത്ത് വരും. ആൻഡ് ബിസിനസ്സിൽ ഹാർഡ് വർക്ക് ഇട്ട് കഴിഞ്ഞാൽ സക്സസ് ഇസ് ഓൾ അവേഴ്സ്. എന്തായിരുന്നാലും ഇത്രയും നല്ല സക്സസ്ഫുൾ എപ്പിസോഡായിട്ട് ഞാൻ വീണ്ടും നിങ്ങളെ മീറ്റ് ചെയ്യുന്നതായിരിക്കും. Until then, it's me, Smita signing off. ഇന്നത്തെ ഈ എപ്പിസോഡിന്റെ ചോദ്യം ഇതാണ്: വിക്രം സാരാഭായ് സ്പേസ് സെന്റർ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ചോദ്യം ഒരിക്കൽ കൂടി, വിക്രം സാരാഭായ് സ്പേസ് സെന്റർ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഈ ചോദ്യത്തിന് ശരി ഉത്തരം ഇനി പറയുന്ന ഫോൺ നമ്പറിലേക്ക് വിളിച്ചറിയിക്കുക. നന്ദി. ഞങ്ങളെ വിളിക്കേണ്ട ഫോൺ നമ്പർ 0484231778 അല്ലെങ്കിൽ 83. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 0484231778 അല്ലെങ്കിൽ 83.